സ്ഥലത്തേക്ക് ഒരുപാട് പേര്, പ്രത്യേകിച്ച് തൃപ്പരപ്പ് എന്ന് പറയുന്ന ഈ ഒരു വാട്ടർഫാൾസിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകുന്നതാണ് ടൂറിസ്റ്റുകൾ. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ ആരും വന്ന് അധികം നേരം ഒന്നും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ആരും വന്നിട്ട് ഇതുപോലൊരു കാഴ്ച ആരും അങ്ങനെ കാണിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമുക്ക് എന്തായാലും അതിലൊരു ഭാഗ്യം കിട്ടി. ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എണ്ണി കണ്ടുകെട്ടി കാത്തിരുന്ന ആ ഒരു ദിവസങ്ങൾ വന്നേക്കുവാണ്. നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലായാലും നന്നായിട്ട് മഴ ഒരു സീസണാണ്. ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മഴയുണ്ട്. നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് ഫ്രീ ആവാൻ കഴിഞ്ഞത്. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിന്ന് പോകാൻ പോകുന്നത് കുറച്ചൊക്കെ റിസ്ക് ഉള്ള പരിപാടിയാണ്. നമ്മളിന്ന് പോകുന്നത് തൃപ്പരപ്പ് വാട്ടർഫാൾസ് എന്ന് പറയും. അതായത് കേരള തമിഴ്നാട് ബോർഡറിൽ നിന്നും ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വാട്ടർഫോൾസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ, പിന്നെ ആ ഒരു വാട്ടർഫോൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞാൻ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേകതകളുടെ വാട്ടർഫോൾസ് ആണ്. എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാവും. ഇറങ്ങാനൊന്നും നമുക്ക് കഴിയില്ല, പക്ഷെ നമുക്ക് ആ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ മാർത്താണ്ഡം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് വലിയ പിടുത്തൊന്നുമില്ല. ആരടുത്തേലൊക്കെ ചോദിക്കേണ്ടി വരും. ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവിടെ ബസ്സിൽ കയറാൻ പറ്റുള്ളൂ. അത് അറിയുന്നവർ പറഞ്ഞു തരണം. ഇവിടെ അറിയുന്നവരായാലും അറിയാത്തവരായാലും വഴിയൊക്കെ പറഞ്ഞു തരും. പക്ഷേ അറിയുന്നവർ. അങ്ങനെ നമ്മൾ മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ നിന്നും കുലശേഖരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുകയും തൃപ്പരപ്പിലേക്കുള്ള ബസ് ലാഗായതിൻ്റെ ഭാഗമായിട്ട് നൈസായിട്ട് ഒരു ലിഫ്റ്റ് ചോദിച്ചു. ആ ഒരാൾ നല്ലൊരു മനസ്സിന് ഉടമയായതുകൊണ്ട് എന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിൽ കൊണ്ടുപോയി ഇറക്കി വിടുകയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. തൃപ്പരപ്പ് വാട്ടർഫാൾസ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുടെ മെയിൻ വിനോദസഞ്ചാര കേന്ദ്രമായ ഒരു ഹിഡൻ സ്പോട്ടാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ നല്ല രീതിയിൽ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് പെരുമഴക്കാലമാണ്. മഴ അടിച്ച് പൊളിച്ച് തിമിർത്താടി നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കോതയാറിൻ്റെ പരിധിയിൽ 50 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ പഞ്ചായത്തായ വെള്ളറടയിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 60 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ എത്തിയ സമയം എന്ന് പറയുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയും കാര്യങ്ങളായിട്ട് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു. ക്ലോസ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. എനിക്ക് വേണ്ടത് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്ഥലം ഒരുപാട് പേര് കാണിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആരും കാണിക്കാത്ത രീതിയിൽ ആ ഒരു സ്ഥലത്തിനെ കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കയ്യും കാലും പിടിച്ചിട്ട് നൈസായിട്ട് എങ്ങനെയൊക്കെ ടിക്കറ്റ് ഒപ്പിച്ചു. ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറുവാണേ. ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അഞ്ചം പറഞ്ഞ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. രാപ്പകലില്ലാതെ മഴ അടിച്ച് തിമിർത്ത് പെയ്തതിൻ്റെ ഭാഗമായിട്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗാർഡ്സ് എല്ലാവരും തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത്. ഞാനൊരു 10 മിനിറ്റ് ചോദിച്ചിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം, മുന്നോട്ട് കാണാം. ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. മറ്റൊരു കാഴ്ച, തൃപ്പരപ്പിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര വെള്ളമാണ്, ഭയങ്കര ഹൈ ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത നേരം കറക്റ്റ് ടൈമിനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ആ ക്ലോസിങ് ടൈമിന് ലാസ്റ്റ് ടിക്കറ്റ് അടിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും കാര്യം പിടിച്ച് ഞാൻ പറഞ്ഞു വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടാനൊന്നല്ല, നൈസായിട്ട് ദൂരെ നിന്നിട്ട് ആ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് പോവാ എന്നുള്ളൊരു പെർമിഷനിലാണ് എനിക്ക് അവസാനമായിട്ട് ടിക്കറ്റ് തന്നത്. എന്തായാലും അവിടെ വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് നൈസായിട്ടൊന്ന് ചുറ്റിക്കാണിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ്.
അങ്ങനെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു സമയം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. എന്തെങ്കിലും നമ്മളെ എടുത്തുചാട്ടം കൊണ്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാലോ നമുക്കാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു വിചാരം എനിക്കുള്ളത് കൊണ്ട് തന്നെ നൈസായിട്ട് അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പോകുന്ന സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയുണ്ട്. അപ്പോൾ വേറൊരു എൻട്രൻസ് കൂടി ഇവിടെ വേറെയുണ്ട്. ഞാൻ അത് തേടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അഗ്നി അഗ്നി மழை பெய்யலன்னா இந்த வருஷம் மொத்தம் இதாயிருக்கும், இருக்கும், க்ளோஸ் ஆயிருக்குமா? மாறினாட்டு மழை கொஞ்சம் எவ்வளோ தூரம் இருக்கு? உங்களுக்கு போட்டிங் கிடையாது. போட்டிங் ஒன்றும் வேணாம் எனக்கு. എനിക്ക് கொஞ்சம் ഒന്ന് ഷൂട്ട് പണ്ണறதுக்கு தான். സമയത്ത് ഇങ്ങോട്ട് ആരും കടത്തി വിടുന്നില്ല. ഞാനവിടെ ചോദിച്ചപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങരുത്, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂ കിട്ടും. ഇതിൻ്റെ ചുറ്റിലുള്ള പാർക്കും പിന്നെ മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അവിടെയൊക്കെ ആളുകളുണ്ട്. ഒരിക്കലും നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നൈസായിട്ട് ഇതാ എന്താ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ആനക്കാരാണല്ലേ. ഇവര് രണ്ടുപേരും നൈസായിട്ട് കുളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ക്യാമറയായിട്ട് വന്നപ്പോൾ നൈസായിട്ട് സൈഡായിട്ടുണ്ട്. എവിടെ സ്ഥലം? കാട്ടാക്കട, തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര. ആ, സ്ഥലം പാലക്കാട്. ആ, അപ്പോൾ ചെറുപ്പളശ്ശേരി. ഞാൻ ഒറ്റപ്പാലം. എസ് കെയിലൊക്കെ ഉണ്ടായിരുന്ന. ആ ആ. അപ്പോൾ ഗൈസ്, കാട്ടാക്കടയിലുള്ള ആനപ്പാപ്പന്മാരാണ് ഇപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരുന്നത്. നല്ല കമ്പനി ആയിട്ടോ. നോക്കുമ്പോൾ അവനെൻ്റെ നാടും കാര്യങ്ങളൊക്കെ അറിയാം. പാലക്കാട് സൈഡിലേക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. ആനക്കാരാണല്ലോ. പിന്നെ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സീസണിൽ അവരിങ്ങനെ പാറിപ്പറന്ന് നടക്കില്ലേ. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് പാലത്തിലൂടെ കയറാമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ആളുണ്ട് എന്നുണ്ടെങ്കിൽ നൈസായിട്ട് കയറാൻ പറ്റും എന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് കയറാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഒരുപാട് റിസ്ക് ഒന്നും എടുത്തിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് എത്തിയ നേരത്തെ ആദ്യമായിട്ട് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പെർമിഷൻ ഇല്ലാതെ, ഗാർഡ്സിൻ്റെ പെർമിഷൻ ഇല്ലാതെ 2-3 പേര് അതിനകത്തേക്ക് ആ ഒരു പാലത്തിന് മേലേക്ക് കയറി പോയിട്ട് അവരെ ഇറക്കി വിടുന്ന ഒരു രംഗമായിരുന്നു. ഞാൻ എന്തായാലും പിന്നെ റിസ്ക് എടുക്കാനൊന്നും തയ്യാറായില്ല. കാരണം എനിക്ക് അങ്ങനെ പോയിട്ട് കാര്യം. ഇങ്ങനെയുള്ള ഒരു അഡ്വഞ്ചർ സ്പോട്ടിലേക്ക്, അത് ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിക്കോട്ടെ, ഫോറസ്റ്റ്, ഇറിഗേഷൻ, ടൂറിസം വകുപ്പ്, ഏതിൻ്റെ കീഴിലായിക്കോട്ടെ, അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പാലിച്ചിരിക്കണം. അവർ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയും നഷ്ടപ്പെടുന്നത് നമുക്കുമായിരിക്കാം എന്നുള്ള ഒരു ആശയം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അടിച്ച് പൊളിച്ചോളാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെക്കും ബൈ.